തന്നെ ഈ നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതായത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഇപ്പോൾ ആവശ്യമില്ല. അതായത് യൂണിവേഴ്സിറ്റികളുടെയും അതായത് സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം മാത്രം മതി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ശരിയാണ്. പലപ്പോഴും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ ഫീസ് ഈടാക്കിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കാതെ കുട്ടികളെ പഠനത്തിന് വിളിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്? INC അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കോളേജുകളാണ്, എവിടെ പോയാലും നമുക്ക് ജോലി സാധ്യതയുണ്ട്, പഠിക്കാൻ പോകുന്നിടത്താണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിളിച്ചിട്ട് പോകുമ്പോൾ ഇതൊന്നും കൃത്യമായ സംവിധാനത്തോടെ അല്ല പ്രവർത്തിക്കുന്നത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. നമ്മൾ തന്നെ പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇത്തരം കോളേജുകളിൽ പോയി പഠിച്ചിട്ട്, അതായത് ഒരു അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പോയി പഠിച്ചിട്ട് വഴിയാധാരമായിരിക്കുന്നത്. കേരളത്തിൽ പോലും ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ കോടതിയുടെ തന്നെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അംഗീകാരം വേണ്ട, അംഗീകാരം ഇല്ലെങ്കിലും കോളേജുകൾക്ക് പ്രവർത്തിക്കാം. അതായത് സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിന്റെയും യൂണിവേഴ്സിറ്റികളുടെയും അംഗീകാരമുണ്ടോ? നിങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാംഗ്ലൂരിലെ നിങ്ങൾ പഠിക്കുന്ന കോളേജിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുക. എന്നിട്ട് ആ കോളേജിന് അവിടുത്തെ യൂണിവേഴ്സിറ്റി ആ കോളേജ് അംഗീകരിച്ചിട്ടുണ്ടോ നോക്കുക. അവിടുത്തെ ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെ MG യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കീഴിൽ വരുന്ന കോളേജുകളുണ്ട്. അപ്പോൾ അതിന്റെ കീഴിലാണോ ഈ കോളേജ് വരുന്നതെന്ന് നോക്കുക. അതിനുശേഷം ഈ കോളേജ് അവിടുത്തെ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഈ കോളേജിനുണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും INCയുടെ അംഗീകാരം വേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കോളേജിൽ പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. അതായത് നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് അംഗീകാരം ആവശ്യമില്ല. ഇതൊരു സുപ്രധാന ഉത്തരവാണ് സുപ്രീം കോടതിയും കർണാടക ഹൈക്കോടതിയും പുറത്തുവിട്ടിരിക്കുന്നത്. പറയുന്നത് രാജ്യത്തെ ഒരു നഴ്സിംഗ് കോളേജിനും അംഗീകാരം നൽകാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അധികാരമില്ല. ഇത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഇത് നിലനിൽക്കെ തന്നെ തുടർച്ചയായി കോളേജുകളുടെ പട്ടിക ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനും അതിന്റെ ഭാരവാഹികൾക്കുമെതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കാൻ കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സർവകലാശാലയുമാണ് നഴ്സിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകേണ്ടത്. ഇത് സംബന്ധിച്ച് കർണാടകയിലെ രാജീവ് ഗാന്ധി സർവകലാശാലയും പുതിയ സർക്കുലർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം നഴ്സിംഗ് പഠനത്തിന് INC അംഗീകാരം ആവശ്യമില്ല എന്നും രാജീവ് ഗാന്ധി സർവകലാശാലയുടെയും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരം മാത്രം മതിയെന്നും സർവകലാശാല വ്യക്തമാക്കിയിരിക്കുകയാണ്. INC അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞ് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ അമിത ഫീസ് ഈടാക്കുന്ന കോളേജുകൾക്ക് ഈ ഉത്തരവ് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി മുതൽ രക്ഷിതാക്കൾക്ക് യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാന കൗൺസിലിന്റെയും അംഗീകാരമുള്ള ഏതൊരു കോളേജുകളിലും പേടി കൂടാതെ ഫീസ് ഈടാക്കാൻ പാടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. കാരണം പലപ്പോഴും ഇന്ത്യൻ നഴ്സിംഗ് INCയുടെ അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഉയർന്ന ഫീസ് ഈടാക്കുന്നത്. നമ്മൾ നേഴ്സിംഗ് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ഇടത്തരം വീട്ടിലുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനും അവരുടെ കുടുംബജീവിതം അതോടൊപ്പം തന്നെ വിവാഹത്തിന് ശേഷം ഒക്കെ ഒരു ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നേഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ മെറിറ്റിലൊക്കെ നേഴ്സിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇപ്പോൾ അതിലേക്ക് പോവുകയാണ്. കാരണം വിദേശ രാജ്യങ്ങളിലടക്കം വലിയ ശമ്പളം ഉള്ളതുകൊണ്ടും കുടുംബത്തെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള വിസ അടക്കം ലഭിക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ഇതിന് ഡിമാൻഡ് കൂടി. അതുകൊണ്ട് തന്നെ ഈ നേഴ്സിംഗ് പഠിക്കാൻ ഇപ്പോൾ സാധാരണ വീടുകളിലെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 12 ലക്ഷം രൂപയൊക്കെയാണ് ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ വേണ്ടി വരിക. കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയും ഇത്രയും പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും സമീപിക്കുമ്പോൾ ഇത്തരത്തിൽ INC അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് അവർ ഡൊണേഷനായും ഫീസായും ഒക്കെ വാങ്ങുന്നത്. ഒരു പരിധിവരെ അതിനൊക്കെ കുറച്ച് വിരാമമാകും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്കും ഇത് പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഇതിലൂടെ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതാണ് യഥാർത്ഥ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം INC അംഗീകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കുട്ടികൾ
കോളേജുകളിൽ പോകില്ല. ഈ അംഗീകാരമുള്ള കോളേജുകളിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നാളെ നമ്മുടെ ഭാവി അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവുണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ലാതെ തന്നെ വേണ്ട എന്നുള്ളത്. പക്ഷെ ഇവർ എല്ലാ വർഷവും ഇവരുടെ വെബ്സൈറ്റുകളിൽ അങ്ങ് പ്രസിദ്ധീകരിക്കുകയാണ് ഇന്ന ഇന്ന കോളേജുകൾ INC-യുടെ അംഗീകാരത്തിന് കീഴിലുള്ളതാണ്. എന്നിട്ട് ഇവരെ സ്വാധീനിച്ചുകൊണ്ട് പലരും INC-യുടെ അംഗീകാരം നേടിയെടുക്കും. എന്നിട്ട് ആ കോളേജുകളിൽ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോ വേണ്ട രീതിയിലുള്ള അറേഞ്ച്മെന്റ്സോ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരുടെ ഒരു എന്താ പറയുക ജീവിത മാർഗമായി മാറിയിരിക്കുന്നു. പണ്ടതൊരു സേവനം എന്നൊക്കെ പറയും, മാലാഖമാരാണ് എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ ഇപ്പോൾ ആ മാലാഖമാർക്ക് കേരളത്തിലൊന്നും അവർക്ക് ഒരു അവസരവും ഇല്ല. അങ്ങനെയാണ് അവരൊക്കെ വിദേശത്ത് പോയി സെറ്റിൽ ആവുക. കാരണം ജർമ്മനിയൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ട് നഴ്സുമാർക്ക്, പ്രത്യേകിച്ച് BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിയവർക്ക്. ജർമ്മനി മാത്രമല്ല, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡയിലാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് UK ഒക്കെ നല്ല രീതിയിലുള്ള എമൗണ്ട്. അവിടെ മണിക്കൂറിനാണ് പണം. ഇവിടത്തെ പോലെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് പോലെ അല്ല. വർക്ക് ചെയ്യുന്ന മണിക്കൂറിനാണ് ഡോളറും അവരുടെ പൈസയും ഒക്കെ കിട്ടും. അപ്പൊ അത് വലിയൊരു തുകയായി പലരുടെയും ജീവിതം രക്ഷപ്പെടുന്നു. ഈ ഫാമിലി ആയിട്ടൊക്കെ അവർക്ക് സെറ്റിൽ ആവാം. അപ്പോൾ ഈ നഴ്സിംഗ് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ചാൽ പോകാം എന്നുള്ളൊരു ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണ്. +2 കഴിഞ്ഞുകൊണ്ട് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഒന്നുകിൽ വിദേശ രാജ്യത്ത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു മേഖലയായി വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞു നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പണമൊക്കെ ചെലവാക്കി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നറിയുന്നു, അതിന് അംഗീകാരമില്ല എന്നറിയുന്നു. അപ്പോൾ അവർക്ക് പല കുട്ടികളും അങ്ങനെ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പോകുമ്പോഴാണ് ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത് INC-യുടെ അംഗീകാരം നേരത്തെ വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നൊരു ഉത്തരവുണ്ട്. അത് നിലനിൽക്കെ തന്നെ ഇവർ വർഷാവർഷം ഇവരുടെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ അംഗീകാരമുള്ള കോളേജുകൾ ഇതൊക്കെയാണ് എന്ന് പ്രസിദ്ധീകരിക്കും. അപ്പൊ ഈ അംഗീകാരമുള്ള കോളേജുകളിൽ മാത്രമേ കുട്ടികൾ പോകൂ. കാരണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടെങ്കിലേ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകാൻ, ജോലിക്ക് പോകാൻ കഴിയൂ എന്നുള്ള ഒരു ബോധം ഇവരിൽ ഉണ്ടാക്കിയെടുത്തു. ഇപ്പൊ കോടതി സുപ്രധാനമായ ഒരു ഉത്തരവ് പറഞ്ഞിട്ട് INC-യുടെ അംഗീകാരം ആവശ്യമില്ല, നിങ്ങൾ അതാണ് യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന സർക്കാരിന്റെ, നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമുണ്ട്, അംഗീകാരത്തിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയും നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം മാത്രം മതി, അല്ലാതെ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം മതി, INC-യുടെ അംഗീകാരം ആവശ്യമില്ല. അപ്പോൾ ഇത് കുട്ടികൾ വ്യക്തമായി മനസ്സിലാക്കുക. INC-യുടെ അംഗീകാരമില്ലെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കോളേജിന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ടോ, സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ, ഇത് നോക്കിയിട്ട് ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ ജോലി സാധ്യത എന്തൊക്കെയാണ്, നേരത്തെ പഠിച്ചിറങ്ങിയവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ, അവർ എവിടെയൊക്കെയാണ് ജോലി നേടിയത്, അങ്ങനെ ചാടിക്കയറി ഫീസ് കുറവാണ് എന്ന് പറഞ്ഞ് INC-യുടെ അംഗീകാരം ഉണ്ട് എന്നും പറഞ്ഞ് പോയി ചാടിക്കൊടുക്കരുത്. അത് നിങ്ങളുടെ ഭാവിയെ തന്നെ ദോഷം ചെയ്യും. കാരണം പലരും ലോൺ എടുത്ത് മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഈ പഠിത്തം കഴിഞ്ഞിട്ടായിരിക്കും ലോൺ അടയ്ക്കേണ്ടത്. ഉടനെ തന്നെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ എങ്ങാണ്ട് പഠിത്തം കഴിഞ്ഞ് 1 വർഷത്തെ സമയം കൊടുക്കുക, അത് കഴിയുമ്പോൾ ജോലി ലോൺ അടച്ചു തുടങ്ങണം. അപ്പോൾ പഠിത്തം കഴിയുന്ന 1 വർഷത്തിന് മുമ്പ് ഇവർക്ക് ജോലി കിട്ടുകയും വേണം. അപ്പോൾ അതനുസരിച്ചൊക്കെ വേണം. പിന്നെ എന്തൊക്കെയോ പരീക്ഷകളൊക്കെ എഴുതണം ഇവർക്ക്, അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചും അറിഞ്ഞും കൃത്യമായി മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിലൊക്കെ പോകാൻ. ഒരു കാര്യം, INC-യുടെ അംഗീകാരം ആവശ്യമില്ല, യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ആ കോളേജുകളിൽ പഠിക്കാം എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.